question. Maximum distance below the surface of soil from which particular crop derives water for use and develops its root system. ഇതും ഇറിഗേഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ റെയിൻഫോൾ, ഓപ്ഷൻ ബി റൺ ഓഫ്, ഓപ്ഷൻ സി capillary water, ഓപ്ഷൻ ഡി റൂട്ട് സോൺ ഡെപ്ത്. സോ ഒരു ക്രോപ്പിന് വെള്ളം ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ബിലോ ദ സോയിൽ, അതിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് റൂട്ട് സോൺ ഡെപ്ത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ബാക്കിയുള്ള ഓപ്ഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ റെയിൻഫോൾ. റെയിൻഫോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് precipitation ആണ്. അവിടുത്തെ ഡ്രോപ്പ് അല്ലെങ്കിൽ സൈസ് ഓഫ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ 0.5 mm ആയിരിക്കും. ഇനി റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ കൂടി ഒരു ചാനൽ വഴി പോകുന്ന ഫ്ലോയിനെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. റെയിൻഫോൾ വഴി രൂപത്തിൽ വരുന്ന precipitation കുറെ ഭാഗം മണ്ണിലേക്ക് ഇറങ്ങുകയും കുറെ ഭാഗം റൺ ഓഫ് ആയി മാറുകയും ചെയ്യുന്നു. ഇനി വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന്റെ ഉള്ളിലുള്ള വോയിഡിനകത്തിരിക്കുന്ന വാട്ടർ ആയിരിക്കും. പക്ഷെ ഈ വാട്ടർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ആക്ഷൻ വഴി താഴേക്ക് ഒരിക്കലും ഒഴുകുകയില്ല. ഗ്രാവിറ്റേഷണൽ ആക്ഷന് എഗൻസ്റ്റ് ആയിട്ട് വോയിഡ്സിലുള്ള വാട്ടറിനെയാണ് കാപ്പിലറി വാട്ടർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The system of irrigation in which water is applied to the field by means of a network of pipe having spray nozzles is. നെറ്റ്വർക്ക് ഓഫ് പൈപ്പ് വച്ച് ഒരു ഫീൽഡിലേക്ക് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്ലോ ഇറിഗേഷൻ, ഓപ്ഷൻ ബി ലിഫ്റ്റ് ഇറിഗേഷൻ, ഓപ്ഷൻ സി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഓപ്ഷൻ ഡി ഓപ്പൺ ഇറിഗേഷൻ. ഉത്തരമാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സ്പ്രിംഗ്ലർ ഇറിഗേഷനിലാണ് വാട്ടർ സ്പ്രേ ഫോമിലോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസിന്റെ ഫോമിലോ അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഹൈലി സോയിൽ എറോഷൻ ഭീഷണിയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. പ്ലാന്റേഷൻസിനൊക്കെ, അതായത് ടീ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനും കൂടി നോക്കാം. ഫ്ലോ ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിനെ ഒരു ഫോമിലേക്ക് ഗ്രാവിറ്റേഷണൽ ആക്ഷൻ കാരണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതാണെങ്കിൽ നമ്മുടെ വാട്ടറിന്റെ സോഴ്സ്, അതായത് റിവർ ആകാം. റിവർ എന്ന് പറയുന്നത് ഹയർ ലെവലും നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് ലോവർ ലെവലുമാണെങ്കിൽ മുകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് നാച്ചുറൽ ഫ്ലോ വഴി എത്തിക്കുന്നതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ നോക്കാം. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് കയറ്റണമെങ്കിൽ അതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ലോ ലെവലിലും നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് എന്ന് പറയുന്നത് ഹൈ ലെവലിലുമാണെങ്കിൽ ആണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നാലാമതായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഓപ്പൺ ഇറിഗേഷൻ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഇല്ല. സോ ഇത്രയുമാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. If the diameter of a circle is doubled, then the area will increase. Option A 2 times, option B 3 times, option C 4 times, option D 8 times. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് is equal to pi by 4 d square ആണ്. അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു d square ആയിരിക്കും. d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് is increased by 4 times. So option C 4 times ആണ് ഉത്തരം. The ratio of limiting friction to the normal reaction is. Option A angle of friction, option B cone of friction, option C coefficient of friction, option D angle of depression. എന്താണ് ഉത്തരം എന്ന് പറയുന്നതിന് മുന്നേ ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡിക്ക് ഒരു സെൽഫ് വെയിറ്റ് W താഴേക്ക് ആക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ W എന്ന് പറയുന്ന വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്വേർഡ് ആയിട്ട് ഒരു നോർമൽ റിയാക്ഷനും കൂടി, നോർമൽ ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോഡീനെ ഒരു പുള്ള് കൊടുക്കുവാണ്, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ബോഡീനെ നീക്കുകയാണ്. അങ്ങനെ ഒരു ബോഡീനെ ഫോഴ്സ് ഉപയോഗിച്ച് നീക്കുമ്പോഴത്തേക്കും ആ ബോഡി
ആ ഒരു മോഷൻ അഗൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഡെവലപ്പ് ആകുന്നു. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ ഫോഴ്സിനും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സിനെയാണ് R ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാമാണ് ഈ ഫിഗറിലെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദ റിസൾട്ടന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു നോർമൽ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആൽഫയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇനി കോൺ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ ഭാഗമായിരുന്നു. എന്നാൽ ഈ ഒരു റിസൾട്ടന്റിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺ അവിടെ ഫോം ചെയ്യുന്നു. ഒരു ഇമാജിനറി കോൺ ഫോം ചെയ്യുന്നു. ആ ഇമാജിനറി കോണിനെ വിളിക്കുന്ന പേരാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ് ടു നോർമൽ റിയാക്ഷൻ. സോ അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. അടുത്തതും ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദ വോളിയം ഓഫ് എ സോളിഡ് സ്ഫിയർ ഇസ് 4πr³, 3πr³, 2/3πr³, 4/3πr³. വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 4/3πr³. ഇനി വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണെങ്കിൽ നേർപകുതിയാണ് വരിക, ദാറ്റ് ഇസ് 2/3πr³. സോ ഓപ്ഷൻ പ്രകാരം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, 4/3πr³. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയ്റ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഓപ്ഷൻ എ വോളിയം ഇൻടു ഡെൻസിറ്റി, ഓപ്ഷൻ ബി മാസ് ഇൻടു ഡെൻസിറ്റി, ഓപ്ഷൻ സി മാസ് ഇൻടു വോളിയം and option D all the above. So weight എന്ന് പറയുന്നത് കിലോന്യൂട്ടണിലാണ് യൂണിറ്റ് വരിക. weight is equal to the product of volume into density. വോളിയം മീറ്റർ ക്യൂബിലാണ്, ഡെൻസിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത് കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 cubic meter is equal to ഓപ്ഷൻ എ 100 cubic foot, option B 1000 cubic foot, option C 2.83 cubic foot, option D 35.32 cubic foot. Unit conversion എന്ന് പറയുന്നത് 1 meters cube is equal to 35.32 foot cube ആണ്, അല്ലെങ്കിൽ cubic foot ആണ്. So option D ആണ് answer. Next question, the figure which expresses the relation of two variables is option A straight line, option B bar chart, option C graph, option D none of this. സോ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഗ്രാഫ് ആണ്. ഒരിക്കലും സ്ട്രേറ്റ് ലൈൻ ആകില്ല. അതേപോലെ ബാർ ചാർട്ട് എന്ന് പറയുന്നതും രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ അല്ല കാണിക്കുന്നത്. പ്രധാനമായും കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ ഓരോ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇയർ ബൈ ഇയർ അനുസരിച്ച് ഉള്ള വേരിയേഷൻ കാണിക്കാനാണ് ബാർ ചാർട്ട്സ് എല്ലാം ഉപയോഗിക്കുന്നത്. സോ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tan 60 degree is equal to option A 1/√3, option B √3/2, option C 1/2, option D √3. So tan 60 യുടെ വാല്യൂ എന്ന് പറയുന്നത് is equal to √3. So answer option D. Next question, for cantilever beam main reinforcement is placed at option A bottom, option B center, option C top, option D support. So cantilever beam എന്ന് പറയുന്നത് ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഫ്രീ പോർഷൻ ആയിരിക്കും. സോ cantilever beam ആണെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലേസ്ഡ് അറ്റ് ടോപ്പ് പോർഷൻ ആയിരിക്കും. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബോട്ടം പോർഷനിലായിരിക്കും പ്ലേസ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ